ഗ്രഹാം സ്റ്റെയിൻ്റെ മക്കളെയും വധിച്ചവരോട് ആ ഭാര്യ അന്ന് ക്ഷമിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ് അദ്ദേഹത്തെ പുറത്താക്കി മാലയിട്ട് സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എന്താണ്? എന്ത് മെസ്സേജാണ് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇവർ നൽകുന്നത്? 840 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത്. അതിൻ്റെ തലേവർഷം 740 100 എണ്ണത്തിൻ്റെ വർധനയുണ്ടായി. 2014 നമ്മുടെ രാജ്യത്ത് 124 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ ഉണ്ടായത്. അത് 2024 എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അത് 840. 86 പുരോഹിതരാണ് 2022 മാത്രം ആക്രമിക്കപ്പെട്ടത്. ഇപ്പം മണിപ്പൂർ വിഷയത്തിൽ ഇവിടുത്തെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവർ വളരെ നിശബ്ദമായിട്ടാണ് പ്രതികരിച്ചത്. ഞാനൊരു മലപ്പുറത്ത് ജീവിച്ച ഒരാളാണ്. ഈ മലപ്പുറത്തുള്ള ആരോടും ചോദിച്ചു നോക്കും, മലപ്പുറം നല്ലൊരു സ്ഥലമാണ്. ഞാൻ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പകരം എല്ലാ വിഭാഗം ആളുകളും അവിടെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയാണ് ജീവിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം മുൻപത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല. ഒരു പക്ഷേ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഈ മുൻപത്തെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്നാണ്. മുൻപത്തെ പ്രശ്നം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, ഇത് ഇന്ന് മുൻപാകാം, ഒരു സ്ഥലത്ത് അജ്മീർ ദർഗയാകാം, മറ്റൊരു സ്ഥലത്ത് സംഫാലിലെ പ്രശ്നമാകാം. അപ്പം മുൻപത്തെ പ്രശ്നം ഒരു പ്രാദേശിക പ്രശ്നമാണ്. ഈ പ്രാദേശിക പ്രശ്നത്തിലൂടെ ഇവിടെ നേട്ടമുണ്ടാക്കാൻ അവർ നോക്കി. പക്ഷെ കേരളത്തിലെ ജനത ഉണർന്നു. ഒരു മതത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ, മാനേജ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അവകാശം ആർട്ടിക്കിൾ 29, അതുപോലെ തന്നെ തുല്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 40. അപ്പം ഇതിനെയെല്ലാം വളരെ നഗ്നമായിട്ട് ലംഘിക്കുന്ന ഈ വഖഫ് ബില്ല് അവർ ലക്ഷ്യം വെച്ചത് ഇതിലൂടെ ഈ ഭാരതത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ അജണ്ട ഉണ്ടാക്കും. അതിലവർ കുറച്ച് വിജയിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്കും സംശയം കൂടാതെ വിളിക്കാവുന്ന ഒരു വിഭാഗമായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. ഇവിടുത്തെ മത നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്നു. അപ്പം അതിലെ ഒരു സംഘടനയാണ് കാസ. ഈ സംഘടനകളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ഫേസ്ബുക്കിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തിയ വെറുപ്പിൻ്റെ വിത്തുകൾ അവരുടെ മനസ്സിലും വീണിട്ടുണ്ട്. മതപുരോഹിതർ പറഞ്ഞ് അതുപോലെ വോട്ട് ചെയ്യുന്നൊരു കാലം കേരളത്തിൽ പോയി. ഈ അപരനോട് സ്നേഹമുള്ള മാനുഷിക ഗുണമുള്ള ഒരു തലമുറ തന്നെയാണ് നമ്മുടെ യുവജനങ്ങൾ. അവരുടെ ഇടയിൽ ഈ വിദ്വേഷ പ്രചാരണങ്ങൾ വേവില്ല. വെറുപ്പ് കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച ഏകാധിപതികളുണ്ട് ഈ ലോകത്ത്. അവരാരും അധികകാലമൊന്നും മുന്നോട്ട് പോയില്ല. തിരി തെളിച്ചാൽ അകലാത്ത ഒരു ഇരുട്ട് ഇവിടെയില്ല. അതുകൊണ്ട് ഈ വെറുപ്പിൻ്റെ ഈ തള്ളിക്കയറ്റങ്ങൾ നമ്മൾ ഭയപ്പെടുകയൊന്നും വേണ്ട, നമ്മൾ നിരാശരാവുകയും വേണ്ട. ഇതൊന്നും അധികകാലം നിലനിൽക്കില്ല. ഫാദർ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലായാലും ലോകത്തിലായാലും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി തെറ്റുകൾക്കെതിരെയൊക്കെ നിരന്തരം ശബ്ദിക്കുന്ന ഒരാളാണ്. കേരളത്തിന് പുറത്തൊക്കെ സംഭവ വികാസങ്ങളിൽ അത്തരം ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഫാദർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ഫാദറിൻ്റെ അതിരൂക്ഷമായ സഭാ നേതൃത്വത്തിൻ്റെ തെറ്റായ നയങ്ങളെ എതിർത്തുകൊണ്ടും അതിലെ ശരിയും തെറ്റും ഇഴകീറി പരിശോധിക്കുന്ന കുറിപ്പുകളൊക്കെ ഫാദർ നിരന്തരം സംസാരിക്കുന്നൊക്കെ ഉണ്ട് ആ വിഷയത്തിൽ. അപ്പം എങ്ങനെയാണ് ഫാദർ ഇതിലൊരു നിലപാട് രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ഫാദറിൻ്റെ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തിയത് എന്താണ് യഥാർത്ഥത്തിൽ? ഫാദറിനെ മുന്നോട്ട് നയിക്കുന്ന ആ മൂല്യബോധം എന്താണ്? എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിയെന്ന് പറയുക, തെറ്റിനെ തെറ്റാന്ന് പറയുക. ഇത് തീർച്ചയായിട്ടും എൻ്റെ ഒരു മതബോധം തീർച്ചയായിട്ടും അതിലുണ്ട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിലപാടാണത്. ശരിയെന്ന് പറയുക, തെറ്റിനെ തെറ്റെന്ന് പറയുക. അത് ആരുടെ മുഖത്ത് നോക്കിയും പറയുക. യേശു അത് ചെയ്തിട്ടുണ്ട്. അന്നത്തെ അധികാരി വർഗത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അല്ലെ പൗരോഹിത്യ വർഗത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണെന്ന് പറഞ്ഞു. അത് ചെയ്ത ഒരു നീതിക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ ആ ഒരു ശബ്ദമാണ് എന്നെ എപ്പോഴും സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദം ഈ കാലഘട്ടത്തിൽ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ പൂർണ്ണതയൊന്നുമില്ല. പ്രധാനമായിട്ടും എൻ്റെ ഒരു ലക്ഷ്യം, ഞാനൊരു വൈദികനാണ്. വൈദികനായിട്ട് 23 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിലെ ഈ ഒരു പ്രവാചക ദൗത്യത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷം ഞാനൊരു പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ പൗരോഹിത്യത്തിൽ തന്നെ ഒരു ഭാഗമാണ് ഈ പ്രവാചക ദൗത്യവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഈ പ്രവാചക ദൗത്യത്തിലാണ്. അത് പ്രധാനമായിട്ടും ഈ സഭയിലുള്ള ജീർണതയ്ക്കെതിരെയാണ് ഞാൻ കൂടുതലായിട്ടും പോരാടുന്നത്. ലോകം മുഴുവനുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറ് അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ
സഭയിലെ ജീർണതയ്ക്കെതിരാണ് പ്രധാനമായിട്ടും പോരാടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സഭ വിവിധ മേഖലകൾ ഇടപെടുമ്പോൾ അവിടെ ഒരു യേശുവിൻ്റെ നിലപാടുകളാണോ സ്വീകരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ യേശുവിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ട് സഭാ അധികാരികൾ നിലപാടെടുത്താൽ ഞാൻ ആ കാര്യത്തിൽ എൻ്റേതായ ശബ്ദം ഞാൻ ഉയർത്തും. ഈ മുനമ്പം വിഷയത്തിൽ അതാണ് സംഭവിച്ചത്. ഈ മുനമ്പം വിഷയത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ മുനമ്പം വിഷയത്തിലൂടെ ഒരു സാമുദായിക ധ്രുവീകരണം നടത്താൻ ചില രാഷ്ട്രീയ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതൊരു വസ്തുതയാണ്. അതൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തെക്കാൾ ഉപരി ഒരു സാമുദായിക ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു സാമുദായിക അകൽച്ച നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഹീനമായ തന്ത്രമായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ചിന്താധാര ചെയ്തത്. ആ ഒരു കെണിയിൽ സഭാ നേതൃത്വം വീണപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു രാഷ്ട്രീയ അവിവേകമാണ്, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നിരക്ഷരതയും ഒരു സാമൂഹിക അവിവേകവുമാണെന്ന് ഞാൻ എഴുതുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ എൻ്റെ ഒരു രാഷ്ട്രീയം ഒരു യേശുവിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. വേറെ ഒരു രാഷ്ട്രീയം എനിക്ക് പറയാനില്ല. യേശുവിൻ്റെ രാഷ്ട്രീയം ശരിയെന്ന് പറയുക, തെറ്റെന്ന് പറയുക, അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തും ആവട്ടെ, നമുക്കതിൻ്റെ അങ്ങനെ പറയുമ്പോഴത്തേനും തീർച്ചയായിട്ടും അതിൻ്റെ സഹനങ്ങളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും, ധാരാളം അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ സഭയ്ക്ക് വലിയ ഒരു റോളുണ്ടായിരുന്നു, ഈ കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും. അത് ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മേഖലയെ ഒരുപാട് റിഫൈൻ ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു ധ്രുവീകരണ ചിന്താഗതിയിലേക്കൊരു പോയിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. അതിന് പല ഘടകങ്ങളും ഉണ്ടാവാം. പ്രത്യേകിച്ച് ചില സംഘടനകൾ ഈ വെറുപ്പിൻ്റെ അപരമത വിദ്വേഷത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നപ്പോൾ സഭാ നേതൃത്വം വീണുപോയതായിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ നിലപാടുകൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് രൂപപ്പെടുന്നത്. ഒരു ക്രിസ്തു ശൈലിയിലാണോ ഈ സഭ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റേതായ രീതിയിൽ ഞാൻ പ്രതികരിക്കും. മുനമ്പം വിഷയം പരിഹരിക്കും, മുനമ്പം വിഷയം പരിഹരിക്കുന്നു എന്ന് പറയുന്ന അവകാശവാദത്തോടു കൂടി തന്നെയാണ് BJP അത് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ നോക്കുന്ന സമയത്ത്, അതായത് റിജു വന്നു മുനമ്പം വിഷയം കോടതിയിൽ പരിഹരിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ, മുനമ്പത്ത് BJP എന്താണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മുനമ്പത്തിലൂടെ BJP ലക്ഷ്യമിട്ടത് യഥാർത്ഥത്തിൽ പൊളിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മുനമ്പത്തിലൂടെ BJPയുടെ കുടിലത രാഷ്ട്രീയം വെളിവായി എന്ന് പറയാൻ പറ്റുമോ? ഈ മുനമ്പം വിഷയം സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു ദേശീയ അജണ്ടയൊന്നും അല്ല മുനമ്പെന്ന് പറയുന്നത്. ഒരു പ്രാദേശിക അജണ്ടയാണ്. ദേശീയ അജണ്ട അവർക്ക് വേറെ പലതുമുണ്ട്. ഇവിടുത്തെ ഈ മുനമ്പത്തെ വഖഫ് എന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള ഒരു അജണ്ടയിലേക്ക് കൂട്ടിക്കെട്ടിയതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവർ കൊണ്ടുവന്ന ഈ വഖഫ് ബില്ലും ഈ മുനമ്പവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മുനമ്പത്തെ ഉദ്ദേശിച്ചുമല്ല അവർ ഈ ബില്ല് കൊണ്ടുവന്നത്. മുനമ്പം എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും അവർ ഈ ബില്ല് കൊണ്ടുവരുമായിരുന്നു. ഈ ബില്ലിലൂടെ അവർ മറ്റു പലതുമാണ് ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്കിങ്ങനെ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിരൺ റിജിജു, ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹമാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ല് അവതരിച്ചപ്പോൾ ഈ മുനമ്പത്തെപ്പറ്റി അദ്ദേഹം 2 or 3 തവണ പരാമർശിക്കുകയുണ്ടായി. ഈ മുനമ്പത്തെ ക്രിസ്ത്യാനികൾ ഞങ്ങളെ വന്ന് കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ന്യായമുണ്ട്. കാരണം കേരളത്തിലെ KCBCയും ഭാരതത്തിലെ മെത്രാൻ സമിതിയും CBCIയും അദ്ദേഹത്തിന് ലെറ്റർ അയച്ചു. അപ്പോൾ ഈ മുനമ്പത്തെ വിഷയത്തെ വഖഫുമായിട്ട് കൂട്ടിക്കെട്ടി ഇവിടെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ളതായിരുന്നു BJPയുടെ ലക്ഷ്യം. എന്നാൽ ഇതുപോലെയുള്ള ഒരു വെറുപ്പിൻ്റെ തത്വശാസ്ത്രം എന്നും നിലനിൽക്കുകയല്ല. സത്യം എപ്പോഴെങ്കിലും മറനീക്കി പുറത്തു വരും. ഈ ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര മന്ത്രി തന്നെ മുൻപത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? ഈ ബില്ല് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഇത് അന്നേ തന്നെ ഇവിടെ ഉള്ളവർ പറഞ്ഞതാണ്. ഈ ബില്ലിൽ ഇതിനെ സഹായിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവരുടെ ലക്ഷ്യം മുൻപത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല. ഒരു പക്ഷേ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഈ മുൻപത്തെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്നാണ്. മുൻപത്തെ പ്രശ്നം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞു, ഇന്ന് മുനമ്പാകാം, ഒരു സ്ഥലത്ത് അജ്മീർ ദർഗയാകാം, മറ്റൊരു സ്ഥലത്ത് സംഭാലിലെ പ്രശ്നമാകാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ പ്രശ്നമാകാം. അപ്പം മുനമ്പത്തെ പ്രശ്നം ഒരു പ്രാദേശിക പ്രശ്നമാണ്.
ഈ പ്രാദേശിക പ്രശ്നത്തിലൂടെ ഇവിടെ നേട്ടമുണ്ടാക്കാൻ അവർ നോക്കി. പക്ഷേ കേരളത്തിലെ ജനത ഉണർന്നു. കേരളത്തിലെ ജനത അവരുടെ ചിന്ത കൊണ്ട്, അവരുടെ വായന കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. കേരളത്തിലെ ബിഷപ്സ് വളരെ കൃത്യമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്നു. അതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത വ്യക്തി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ചക്കാലക്കലാണ്. അദ്ദേഹം പറഞ്ഞു സാത്താനുമായിട്ട് കൂട്ടുചേരരുത്. അതുപോലെ തന്നെ ഡോക്ടർ അംബ്രോസ് കോട്ടപ്പുറം രൂപതയുടെ ബിഷപ്പാണ്. അദ്ദേഹം ഈ മുനമ്പൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ബിഷപ്പും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്, ഈ ബില്ല് കൊണ്ട് മുനമ്പത്തുകാർക്ക് വലിയ സഹായം ഉണ്ടാവില്ല. ഡോക്ടർ കളത്തിപ്പറമ്പിൽ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ കളത്തിപ്പറമ്പിൽ, അദ്ദേഹം വരാപ്പുഴ അതിരൂപതയുടെ ബിഷപ്പാണ്. ഇതൊക്കെ ഈ മുനമ്പത്തെ പറ്റി അവർ കൂടുതൽ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ മേലധ്യക്ഷന്മാരാണ്. അവർ പറഞ്ഞു, അദ്ദേഹവും വളരെ അവധാനതയോടെയാണ് നിലപാടെടുത്തത്. കഴിഞ്ഞ ദിവസം ഈ ദുഃഖവെള്ളിയാഴ്ച ആർച്ച് ബിഷപ്പ് ഡോക്ടർ പാംബ്ലാനി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തി. ഇന്ന് ഭാരതത്തിൽ ഈ മതസ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്, നമ്മുടെ ഓരോ ഭാരതീയൻ്റെയും റൈറ്റാണ്. ആർട്ടിക്കിൾ 25 അതാ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്ന എനിക്ക് നാളെ ഹിന്ദുവോ മുസ്ലിമോ ആകാനുള്ള അവകാശമുണ്ട്. ഇന്ന് മുസ്ലിം ആയിരിക്കുന്ന ഒരാൾക്ക് നാളെ ഹിന്ദുവോ ക്രിസ്ത്യാനിയാകാം, അല്ലെ മതം ഒന്നുമില്ലാതെ ജീവിക്കാം. ഇതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഭാരതത്തിൽ 12 സ്റ്റേറ്റുകളിൽ ആൻറ്റി കൺവേർഷൻ ലോ ഉണ്ട്. ആൻറ്റി കൺവേർഷൻ ലോയിലൂടെ എന്താ അവർ ലക്ഷ്യം വെക്കുന്നത്? ഇന്ന് ഹിന്ദുവായി ജനിക്കുന്നവൻ മരണം വരെ എങ്ങനെ തന്നെ ജീവിക്കണം? ഹിന്ദുവായിട്ട് ജീവിക്കണം. ഇന്ന് മുസ്ലിമായിട്ട് ജനിക്കുന്നവൻ നാളെ മരണം വരെ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കണം, മാറാൻ അനുവാദമില്ല. ഇത് അടിസ്ഥാനപരമായിട്ട് ആർട്ടിക്കിൾ 25ൻ്റെ ലംഘനമാണ്. ഈ വഖഫ് ബില്ലിലും ഈ ആർട്ടിക്കിൾ 25ൻ്റെ ലംഘനമുണ്ട്. ആർട്ടിക്കിൾ 26 ഒരു മതത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ, മാനേജ് ചെയ്യാനുള്ള അവകാശം. അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അവകാശം ആർട്ടിക്കിൾ 29. അതുപോലെ തന്നെ തുല്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 40. അപ്പം ഇതിനെയെല്ലാം വളരെ നഗ്നമായിട്ട് ലംഘിക്കുന്ന ഈ വഖഫ് ബില്ല് അവർ ലക്ഷ്യം വെച്ചത് ഇതിലൂടെ ഈ ഭാരതത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ അജണ്ട ഉണ്ടാക്കും. അതിലവർ കുറച്ച് വിജയിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന പ്രശ്നം എന്താണ്? മുർഷിദാബാദിൽ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ മുറിവേറ്റ് വീഴുന്ന ആരാണ്? പാവപ്പെട്ട മനുഷ്യരാണ്. ഇത് ഇനിയിപ്പോൾ സംഭാലിൽ ഇത് സംഭവിക്കും, UPയിൽ പല സ്ഥലത്തും ഇത് സംഭവിക്കും. ഈ അടുത്ത കഴിഞ്ഞ ഇലക്ഷനിൽ ചോർന്നു പോയ വോട്ടിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് വഖഫിനെ അവർ ഉപയോഗിക്കും. അതുകൊണ്ട് വഖഫ് ബില്ലിൻ്റെ ലക്ഷ്യം മുനമ്പത്തുകാരുടെ രക്ഷയല്ല, അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. അവരതിനകത്ത് പറയുന്ന മറ്റു കാര്യങ്ങളൊന്നുമല്ല. പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ചൂണ്ടയിൽ അറിഞ്ഞോ അറിയാതെയോ, കുറച്ചൊക്കെ അറിഞ്ഞു എന്നും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടായേക്കാം. കേരളത്തിലെ അഭിമന്യ പിതാക്കന്മാർ വീണുപോയി, ഇതൊരു വസ്തുതയാണ്. പക്ഷേ മാറ്റം വരുത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ശുഭലക്ഷണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ബഹുമാന്യരായ പിതാക്കന്മാരിൽ നിന്ന് വന്നിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, നമ്മൾ സംസാരിച്ചത് മുനമ്പുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് BJP അല്ലെങ്കിൽ സംഘപരിവാർ ഒരു സമുദായത്തിനെതിരെ മറ്റൊരു സമുദായത്തെ നിർത്തിക്കൊണ്ട് അവരുടെ വിഭജന രാഷ്ട്രീയം, കാലങ്ങളായി അവർ പയറ്റി തെളിച്ച വിഭജന രാഷ്ട്രീയം എങ്ങനെയാണ് മുനമ്പത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്, അതെങ്ങനെ പാളിയെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ മുനമ്പത്തെ അല്ലെങ്കിൽ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പലതരം ഹെയ്റ്റുകൾ കുറേ കാലമായിട്ടുണ്ട്. ഇപ്പോൾ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള, മലപ്പുറം ഹലാൽ ഫുഡ്, ഇതൊക്കെ തുടങ്ങിയിട്ട് പല ടേമുകളിൽ, പല കാലത്ത്, പല മുദ്രാവാക്യ സ്വഭാവങ്ങളിൽ വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും ഒക്കെ വർഗീയതയുടെയൊക്കെ സ്വഭാവത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. ആ പ്രചരണങ്ങൾ ഒരു വേള അതിന് മുന്നിൽ നിന്ന് നയിച്ച് ഈ പിതാക്കന്മാർ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സമുദായ നേതൃത്വങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അത് വിശ്വസിക്കാൻ പാകത്തിലുള്ള ഒരു വലിയ സമൂഹമായി ക്രിസ്ത്യാനികൾ മാറിയത് എന്ന് തൊട്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്യുലർ ഫാബ്രിക്കിനകത്ത്, അല്ലെങ്കിൽ ഒരു കേരളം പോലുള്ള ഒരു വളരെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിച്ചു കൊണ്ടിരിക്കെ തന്നെ ഇത്തരം ഹെയ്റ്റിനെ, അല്ലെങ്കിൽ പിതാക്കന്മാരിത് പറയുകയാണെങ്കിൽ പോലും അതിനെ വിശ്വസിക്കാൻ പാകത്തിലുള്ള ഒരു സമുദായമാണോ ക്രിസ്ത്യാനികൾ എന്ന് ചോദിച്ചാൽ എന്താണ് അതിനുള്ള മറുപടി?
ഇത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു 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 ചിന്ത, ഒരു അപരമത വിദ്വേഷ ചിന്ത ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല. ക്രിസ്ത്യാനികൾ എപ്പോഴും ക്രിസ്ത്യാനികളെ പറ്റിയുള്ള ഒരു ചിത്രം എന്താണ് നമ്മുടെ കേരളത്തിൽ? ആരോട് ചോദിച്ചാലും എന്താ പറയുന്നത്? അവർ സ്നേഹമുള്ളവർ, സമാധാനപ്രിയരായിട്ടുള്ളവർ, ഈ കേരളത്തിൻ്റെ നവോത്ഥാനത്തിലും ഒക്കെ വലിയ പങ്കാളിത്തം വഹിച്ചൊരു സമൂഹം. എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഒരു മധ്യസ്ഥനായിട്ടൊരു അച്ഛനെയോ ബിഷപ്പിനെയോ വിളിക്കാം, ആർക്കും സംശയം കൂടാതെ വിളിക്കാവുന്ന ഒരു വിഭാഗമായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. ഇവിടുത്തെ മത നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 10 വർഷം എന്ന് ഞാൻ പറയും, 10 വർഷത്തേക്കാൾ ഒരു 10 വർഷം കൊണ്ടൊക്കെയാണ് ഇത് മാറിയത്. അതിന് പല പല കാരണങ്ങളും ഉണ്ട്. ഈ ഒരു വിഭാഗീയ ചിന്തകൾ അല്ലെങ്കിൽ ഒരു ഹേറ്റ് ഇത് എല്ലാ മതങ്ങളിലും ഉണ്ട്. മുസ്ലിം വിഭാഗത്തിലും ചില തീവ്ര ആശയക്കാരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ വലിയ ദോഷം ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം വന്നിരുന്നില്ല. അങ്ങനെയുള്ള ഇതിനെ വീണ്ടും വീണ്ടും ഈ ഹേറ്റ്രഡിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ചില സംഘടനകളും ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ഈ സംഘടനകൾക്കൊന്നും ഒരു ഔദ്യോഗികതയൊന്നുമില്ല. ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിലൊരു സംഘടനയാണ് കാസ. വേറെയും സംഘടനകളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് അവർക്കൂടി പരസ്യം കൊടുക്കാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഈ സംഘടനകളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ഫേസ്ബുക്കിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തിയ വെറുപ്പിൻ്റെ വിത്തുകൾ പലരുടെയും മനസ്സിലും വീണിട്ടുണ്ട്. ഈ പിതാക്കന്മാർ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന ചില പ്രതികരണങ്ങൾ കൂടിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വിത്തുകൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയ വഴി ആളുകളുടെ ഉള്ളിലേക്കും കുറേയെല്ലാം വീണു. ഇതൊരു വസ്തുതയാണ്. അതിൻ്റെയൊക്കെ ഒരു ബഹിർസ്ഫുരണം പല സ്ഥലത്തും വന്നു. നമുക്ക് ഒരു കാര്യം അറിയാം. ഇപ്പം ക്രൈംസ് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത സമൂഹം, എല്ലാ സമൂഹത്തിലെയും മനുഷ്യർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏത് കുറ്റകൃത്യമൊക്കെ എവിടെയും എല്ലാവരും കുറ്റകൃത്യങ്ങളുണ്ട്. പക്ഷേ ഒരു കുറ്റകൃത്യത്തെ ഒരു സമൂഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് ഇതിനെ വലിയൊരു അബദ്ധമല്ലേ? ഒരു സമൂഹത്തെ ഇന്ന കുറ്റകൃത്യം ഇവരാ ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് വല്ല കണക്കുകളുമുണ്ട്? ഒരു കണക്കുകളുമില്ല. വെറുതെ നമ്മളങ്ങ് പറയുകയാണ്. ഇപ്പം ഒന്നല്ലേ മദ്യം, അല്ലെ മയക്കുമരുന്ന്, അല്ലെങ്കിൽ എന്തോ ആവട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ അത് വലിയ അബദ്ധം അല്ലെങ്കിൽ വലിയ ഒരു വിടവ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയുള്ള പ്രസ്താവനകൾ വന്നു. ഇപ്പോൾ വഖഫ് ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്ന് വളരെ അറിവുള്ള ഒരു ബിഷപ്പ് പ്രസ്താവിച്ചു. യഥാർത്ഥത്തിൽ വഖഫ് ഒരു സാമൂഹ്യ പ്രശ്നമാണോ? ഇതൊരു മതപരമായ കാര്യമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു റിലീജിയസ് പ്രശ്നത്തെയും ഒരു സാമൂഹ്യ പ്രശ്നത്തെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. ഇതൊക്കെ പറയുന്ന സാധാരണക്കാരല്ല, സഭയുടെ മേലധ്യക്ഷന്മാരാണ്. അപ്പം ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. ഇപ്പം പിന്നെ ഓരോ സിംഗിൾ ഇൻസിഡൻസിനെ ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയരുത്. മിശ്ര വിവാഹങ്ങൾ എല്ലായിടത്തും നടക്കുന്നില്ലേ? നമ്മുടെ മുക്കത്തെ, ഇപ്പം ഞാൻ മുക്ക എന്ന സ്ഥലത്തു നിന്നാണ് അവസാനം വരുന്നത്. മുക്കത്തെ വളരെ പ്രസിദ്ധമായ പ്രണയമാണ്. ആ പ്രണയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്വന്തം മൊയ്തി എന്ന സിനിമ വന്നത്. ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ, അപ്പുറത്ത് അവിടുത്തെ ഒരു വലിയ ഹിന്ദു ഫാമിലിയിലെ ചെറുപ്പക്കാരി, അതാണ് കാഞ്ചനമാല, മൊയ്തീനും അവർ പ്രണയിച്ചത് ഒരു ചരിത്ര വസ്തുതയല്ലേ? അതിനുശേഷമുള്ള കഥകളൊക്കെ നമുക്കറിയാം. അപ്പം ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം നമ്മളൊരു മതപരമായ കളർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രണയത്തിൽ ചതിയും നടക്കുന്നുണ്ട്, അതുമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കല്യാണം കഴിച്ചവർ കല്യാണത്തിന് ശേഷം ചതിക്കപ്പെടുന്നുണ്ട്. ഇനി അറേഞ്ച്ഡ് മാരേജിൽ ഇതൊക്കെ നടക്കുന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നമ്മളൊരു മതപരമായ കളർ കൊടുത്ത് സമൂഹത്തിൽ വെറുപ്പും സംശയവും പുലർത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ അപകടമായിട്ട് വരും. അതൊക്കെ ഇവിടെ സംഭവിച്ചു. ഇപ്പം ഇതെല്ലാം നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. നമുക്ക് ആളുകളെ ഒന്നിച്ചു നിർത്താൻ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ചില സോഷ്യൽ എൻജിനീയറിംഗ് ടെക്നിക്കുകളുണ്ട്. അതിലൊന്നാണ് ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുക. ഇന്ന വിഭാഗം നിൻ്റെ ശത്രുവാണ്, അവർ നിൻ്റെ സ്വത്ത്, നിനക്ക് വേണ്ടപ്പെട്ടത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അവർ അപഹരിക്കും, അതുകൊണ്ട് നീ അവരെ സൂക്ഷിക്കണം. അങ്ങനെ അവരപഹരിക്കുന്നതോ നീ രക്ഷപ്പെടണമെങ്കിൽ നീ ആരുടെ കൂടെ നിൽക്കണം? ഞങ്ങളുടെ കൂടെ നിൽക്കണം.
ഈ രീതിയിലൊക്കെയുള്ള ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിൽ വളരുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ വെറുപ്പിൻ്റെ വിത്തുകൾ പിന്നെ അവസാനിപ്പിക്കുന്നതിന് തടസ്സം നിർത്തുന്നൊരു വിഭാഗമാണല്ലോ സംഘപരിവാർ. ഇപ്പോൾ ദുഃഖവെള്ളിയുടെ തലേന്നാളാണ് മറ്റേ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കുടുംബത്തെ ചുട്ടുകൊന്ന ഒരു പ്രതിയെ പിന്നെ മോചിപ്പിക്കുന്നത്. അപ്പോൾ ജയശ്രീറാം വിളിച്ചുകൊണ്ടാണ് അയാളെ മോചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദിവാസികൾക്കിടയിലും കുഷ്ഠരോഗികൾക്കിടയിലും ഒക്കെ പ്രവർത്തിച്ച ആ ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു ഫാദർ ഗ്രാം സ്റ്റെയിൻ. അപ്പോൾ അയാൾ വെറുതെ നല്ല നടപ്പിൻ്റെ പേരിൽ വെറുതെ വിടുകയും അയാൾക്ക് മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അയാൾ മാധ്യമപ്രവർത്തകരോട് വന്ന് പറയുന്നത് മതപരിവർത്തനത്തെ എതിർത്തു എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഫാദർമാർ, ഒരുപാട് പിന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെയൊക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഹിന്ദുത്വയുടെ ഈ അക്രമത്തെ ആ നിലക്ക് പിന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ? കാരണം ബീഫിൻ്റെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണത്തെ ഈ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഇരകൾ എന്ന നിലക്ക് അവർ അത് അപലപിക്കുകയും വിലപിക്കുകയും അതിന് പ്രതിരോധത്തിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദളിതർക്കെതിരെ നടക്കുന്ന അതിക്രമത്തെ ആ ദളിത് സമൂഹം ഒന്നാകെ ഇറങ്ങാനും അല്ലെങ്കിൽ അവർക്ക് എതിരെ പ്രതിരോധം നടത്താനും ശ്രമിക്കുന്നുണ്ട്. തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന ഹിന്ദുത്വയുടെ ഈ ആക്രമത്തെ ആ നിലക്ക് അവർ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ഹിന്ദുത്വയുടെ ആക്രമണം വരുമ്പോൾ ആ നിലക്കുള്ള ഒരു ഐക്യാദർശയോ അല്ലെങ്കിൽ ഒരു പ്രതിരോധമോ അല്ലെങ്കിൽ അപലപനമോ ആ സമുദായത്തിൽ നിന്നുണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും കേരളത്തിൽ നിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ കഴിഞ്ഞ വർഷം 2024 840 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത്. അതിൻ്റെ തലേവർഷം 740 100 എണ്ണത്തിൻ്റെ വർധനയുണ്ടായത്. 2014 നമ്മുടെ രാജ്യത്ത് 124 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ ഉണ്ടായത്. അത് 2024 എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അത് 840. 840 എന്ന് പറയുന്നത് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കണക്കുകളാണ്. അല്ലാതെ ഇത് ആരോടും പറയാത്ത ധാരാളം സംഭവങ്ങൾ വേറെയുണ്ട്. 86 പുരോഹിതരാണ് 2022 മാത്രം ആക്രമിക്കപ്പെട്ടത്. നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യം മലയാളികളെ ആക്രമിക്കപ്പെടുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പം മണിപ്പൂർ വിഷയത്തിൽ ഇവിടുത്തെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവർ വളരെ നിശബ്ദമായിട്ടാണ് പ്രതികരിച്ചത്. മണിപ്പൂരിലെ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഈ അടുത്ത കാലത്ത് 3 കാര്യങ്ങൾ മലയാളികൾ ശ്രദ്ധിച്ചു. അതിലൊന്നാണ് ജബൽപൂരിൽ, മധ്യപ്രദേശിലെ ജബൽപൂരിലുണ്ടായ സംഭവം. രണ്ടാമത്തെ സംഭവം അത് അവിടെ ആക്രമിച്ചത് ബജ്രംഗൾ പ്രവർത്തകർ ഇവരുടെ നേതൃത്വത്തിലാണ്. പോലീസുകാർ മുന്നിൽ നിൽക്കുമ്പോഴാണ് അവിടെ ആക്രമണം നടക്കുന്നത്. മറ്റൊന്ന് ബഹ്റാംപൂരിലാണ്, അത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ പോലീസുകാരാണ് ആക്രമിച്ചത്, മലയാളിയായ വൈദികരെ ആക്രമിച്ചത്. മറ്റൊന്ന് നമ്മൾ കാണുന്നത് ഛത്തീസ്ഗഡിലെ ജാഷ്പൂരിൽ സിസ്റ്റർ ബിൻസിക്കെതിരെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ചുള്ള നടപടിയാണ് ഉണ്ടായത്. ഈ 3 പേരും മലയാളികളായതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിച്ചത്. യഥാർത്ഥത്തിൽ എത്രയോ പേരവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഡൽഹിയിലത്തെ സംഭവം നമുക്കറിയാം. ഡൽഹിയിൽ അവിടെ വളരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഒരു കുരിശിൻ്റെ വഴി നടത്തുന്ന വർഷങ്ങളായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിരോധിച്ചു, അവർ അനുവാദം കൊടുത്തില്ല. അപ്പം ഇതൊക്കെ കേരളത്തിന് പുറത്ത് സംഭവിക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള നിസ്സംഗത യഥാർത്ഥത്തിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്യാത്തത് എന്നത് പലപ്പോഴും എന്നെയും വിഷമിപ്പിക്കാറുണ്ട്. അത് പല കാരണങ്ങളുണ്ടാകും. ഒരു പക്ഷേ ഇവരെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തെ ഭരണകൂടത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കൂ എന്നൊക്കെയുള്ള വിഷമങ്ങളും ഉണ്ടാവാം. അതൊക്കെ കാരണമാകാം ഒരു പക്ഷേ അത്രമാത്രം പ്രതികരിക്കാത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആക്രമണങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരധാരയിൽ അവർ യഥാർത്ഥത്തിൽ കൃത്യമായ റൂട്ടിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്. സംഘപരിവാർ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നേ ഇല്ല ഒരു ഘട്ടത്തിലും. അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അവർ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ദളിതരെയൊക്കെ ആക്രമിക്കുന്ന കാര്യത്തിൽ അവർ ഒരു ഘട്ടത്തിൽ പോലും അവർ പിന്മാറുന്നേ ഇല്ല. അപ്പോൾ വളരെ ആസൂത്രിതമായി വളരെ പ്ലാൻഡോടുകൂടി വളരെ റൂട്ടഡ് ആയിട്ട് അവരുടെ RSSൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള ചെറുത്തുനിൽപ്പാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പിന്നെ ആത്മാവ് എന്ന് പറയുന്നത് വളരെ സെക്കുലറായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പിന്നെ വെറുപ്പിൻ്റെ ശക്തിയെ ഫാദർ അടക്കം പറയുന്ന ഇത്തരം വളരെ റൂട്ടഡായിട്ട് വളരെ ഹെയ്റ്റ് മാത്രം പഠിപ്പിക്കുന്ന ഈ വിഭാഗത്തെ എങ്ങനെ ചെറുത്ത് നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് വിചാരിക്കുന്നത്? നമ്മളെ ഈ കാര്യത്തിൽ ഏറെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം, ഈ സംഘപരിവാറിൻ്റെ ആശയങ്ങളെ നമ്മുടെ ഭാരതത്തിലെ ഭൂരിഭാഗം ഹിന്ദു സഹോദരന്മാരും ഓൺ ചെയ്തിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല. ഇത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ശക്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ്. ഇപ്പം ഞാൻ ഈ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അവിടെയെല്ലാം ഹിന്ദുസ് ആക്രമിച്ചു എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. അവിടെയൊക്കെ ആക്രമിച്ചത് ആരാണ്? ഇതുപോലെയുള്ള ഇപ്പോൾ വിചാരധാരയിലെ ആഭ്യന്തര ശത്രുക്കളിലാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും പെടുത്തിയിരിക്കുന്നത്, ആഭ്യന്തര ശത്രുക്കളിലാണ്. അപ്പം ഇത് ആഭ്യന്തര ശത്രുക്കളാണ്, അതുകൊണ്ട് അവരിവിടുന്ന് ഇല്ലാതാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരാൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് അവിടെയൊക്കെ ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. തൊട്ടുമുമ്പ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഘാതകനെ വിട്ടയച്ച കാര്യം പറഞ്ഞു. ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്ത ആൾക്ക് അതിൽ നിന്ന് തിരുത്താനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല വഴിക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. റാണി മരിയെ വധിച്ച ഘാതകനോട് ആ കുടുംബം തന്നെ പോയി ക്ഷമിച്ചതാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ റാണി മരിയയുടെ വലിയൊരു ആരാധകനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം ഗ്രഹാം സ്റ്റെയിൻ്റെ മക്കളെയും വധിച്ചവരോട് ആ ഭാര്യ അന്ന് ക്ഷമിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ് അദ്ദേഹത്തെ പുറത്താക്കി മാലയിട്ട് സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എന്താണ്? അപ്പോൾ ഈ ഒരു വിഷയം ഇദ്ദേഹത്തെ പുറത്തുവിട്ട് മാലയിട്ട് സ്വീകരിക്കുന്നതിലൂടെ എന്ത് മെസ്സേജാണ് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇവർ നൽകുന്നത്? ഇതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അല്ലാതെ അദ്ദേഹത്തെ റിലീസ് ചെയ്തു എന്നുള്ളതിനെ പറ്റി അല്ല എനിക്ക് ഉത്കണ്ഠ. പക്ഷേ അദ്ദേഹം ഇതിനെ മാലയിട്ട് സ്വീകരിക്കുന്നു. ഇത് പല സ്ഥലത്തും ഇതുപോലെ നടക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ നടന്ന പ്രശ്നം, ജബൽപൂരിൽ നടന്ന ആ സംഭവം പോലീസ് സാന്നിധ്യത്തിലാണ് നടന്നത്. 4-ാം ദിവസമാണ് ആ പ്രതികൾക്കെതിരെ ഒരു FIR ഇടുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഉത്തർപ്രദേശിൽ 2020-നും 2023-നും ഇടയ്ക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 835 FIRകൾ ഇട്ടു. 1600-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പരാതി ചെല്ലുമ്പോൾ തന്നെ FIR ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റാണ് നടക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ഉടനെ അവർ റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കെതിരെ പിന്നീട് അവരുടെ വിചാരണ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും 4 പേരെ മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ല. ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. നേരെ തിരിച്ചോ, അപ്പുറത്ത് ഇതൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തവരെ വലിയ ആഘോഷമായിട്ട് അവരെ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുന്നു. ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയിൽ സൂചിപ്പിച്ചിരുന്നു. ഭരണകൂടം നേരിട്ട് ഇതെല്ലാം ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ട. എന്നാൽ ഭരണകൂടത്തിൻ്റെ നിശബ്ദതയും നിസ്സംഗതയും ഇരകൾക്ക് നീതി കൊടുക്കാനുള്ള നിരുത്സാഹവും നമ്മളിവിടെയെല്ലാം കാണുന്നുണ്ട്. ഈ സംഘപരിവാറിൻ്റെ ഈ ആക്രമണത്തെ ആ നിലക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാലമാണല്ലോ. അപ്പോൾ കേരളം എന്തുകൊണ്ടായിരിക്കും സംഘപരിവാർ അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം എന്തുകൊണ്ടായിരിക്കും ഒരു കേരളത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? കേരളത്തെപ്പറ്റി നമ്മളെപ്പോഴും അഭിമാനിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. നമ്മൾ ഇതിനെപ്പറ്റി കേരളത്തെപ്പറ്റി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിൽ ചില അർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ എത്ര സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നത്. ഇവിടെ വിവിധ മതസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ നേതാക്കൾ, ഇതെല്ലാം നമ്മളിവിടെ സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ അയൽവക്കത്തേക്ക് കടന്നു പോകുന്നത് മറ്റൊരു മതസ്ഥൻ്റെ വീട്ടുമുറ്റത്തോടെയായിരിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നമില്ല. നമ്മുടെ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന സ്കൂളുകൾ എല്ലാ മതസ്ഥരും ഒരുമിച്ചിരുന്നാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സെക്കുലർ കാഴ്ചപ്പാട് നമ്മുടെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെയും നന്മകളും ഇവിടെയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതുപോലെ തന്നെ ഇവിടുത്തെ വലതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന വലതുപക്ഷ പ്രസ്ഥാനത്തിനുമൊക്കെ ഒരു സെക്കുലർ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അത് നഷ്ടപ്പെടുന്നുണ്ട്. ഞാനതിൽ ദുഃഖിതനാണ്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു മനോഹരമായ ഒരു സ്പേസിലേക്കാണ് ചെറിയ വിടവുണ്ടാക്കി ഈ സംഘപരിവാർ ഞൊഴഞ്ഞു കയറുന്നത്.
അതിനവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ മുനമ്പവും അതുപോലെയുള്ള കാര്യങ്ങൾ. ക്രിസ്ത്യൻസിലേക്കാണ് അവർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. വളരെ ഏറെ എന്താ പറയുക, ദക്ഷിണാശക്തിയുള്ള ചിന്താശക്തിയുള്ള ക്രൈസ്തവ സമൂഹം എങ്ങനെ ഇതിലേക്ക് കുറച്ച് പേരെങ്കിലും വീണുപോയി എന്നുള്ളത് നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ പിന്തുണയല്ല. ഒരു പൗരന് ഏത് രാഷ്ട്രീയത്തിലും വിശ്വസിക്കാം. അത് കമ്മ്യൂണിസം ആയിക്കോട്ടെ, കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, വലതുപക്ഷ പ്രസ്ഥാനമായിക്കോട്ടെ, അല്ലെങ്കിൽ BJP പോലെയുള്ള പ്രസ്ഥാനത്തിൽ അവർ അംഗങ്ങളായിക്കോട്ടെ, ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ നയപരിപാടികളിൽ ആശ്രയിച്ചായിരിക്കണം. ഇവിടെ വേണമെങ്കിൽ BJPക്ക് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയോ മറ്റു നയപരിപാടികളോ അടിസ്ഥാനമാക്കിയോ ഇവിടെ പ്രചരണം നടത്തിക്കൂടെ? അത് കണ്ടിട്ട് ആളുകൾ വോട്ട് ചെയ്യോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ അവരെന്താ ഇവിടെ ശ്രമിച്ചത്? ഇവിടെ ഒരു സാമുദായിക വിഭജനമുണ്ടാക്കി മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി അങ്ങനെ അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് ഇവിടുത്തെ സംഘപരിവാർ അജണ്ട. അതാണ് ഞാൻ പറയുന്ന അപകടകരം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇവിടുത്തെ BJP വളരാൻ അവരുടെ രീതിയിൽ ശ്രമിക്കട്ടെ, അതിനൊന്നും നമ്മളിവിടെ എതിരല്ല. പക്ഷെ ഇത് അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ടൂള് വിഭജന രാഷ്ട്രീയമാണ്, വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഇതവർ പല സ്ഥലത്തും ഉപയോഗിച്ച് വിജയിച്ച ഒരു രീതിയാണ്. ആ ഒരു ടൂളുമായിട്ടാണ് അവർ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഈ ക്രൈസ്തവ സമൂഹം കുറച്ച് പേരെങ്കിലും അതിൽ വീണു എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ ഇനിയിപ്പോൾ അത് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതൊരു നേതൃത്വ തലത്തിലേക്കേ ഉള്ളൂ. അല്ലാതെ എല്ലാ ക്രൈസ്തവരും ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നൊന്നും നമ്മൾ അർത്ഥമാക്കേണ്ട കാര്യമില്ല. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കത് മനസ്സിലായതാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന വെറുപ്പിൻ്റെ തത്വശാസ്ത്രങ്ങൾ ഇവിടെ വളരുന്നുണ്ട് എന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കരുതിയിരിക്കണം. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടാക്കാറുണ്ട്. അതായത് ഈ വെറുപ്പിനെതിരെ നിലപാടെടുക്കുന്നതിൽ കുറച്ചും കൂടി ആർജവം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു മതപരത എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കൂടി വരുന്നു. ഇടയ്ക്കൊക്കെ ഇതൊരു മത കേരളമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ ഇപ്പോൾ പല രാഷ്ട്രീയക്കാരും ജനങ്ങളെയല്ല സന്ദർശിക്കുന്നത്, ആ സമൂഹത്തിൻ്റെ പുരോഹിതരെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ മുൻപത്ത് വന്ന കേന്ദ്ര നേതാക്കന്മാർ അല്ലെങ്കിൽ BJP നേതാക്കന്മാർ എങ്ങോട്ടേക്കാണ് പോയത്? അവിടെയുള്ള ബിഷപ്പ് ഹൗസിലേക്കാണ് പോയത്. അതിനുശേഷം എറണാകുളത്ത് വന്നിട്ട് മറ്റൊരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ബിഷപ്പ് ഹൗസിലേക്കാണ് പോയത്. അവിടെയുള്ള ഹൈന്ദവ സഹോദരരെ ആരെങ്കിലും നേതാക്കന്മാരുടെ അടുത്തേക്ക് അവർ പോയോ? അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോയോ? മുൻപത്തെ വിഷയത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ? അല്ല. അവർ പറഞ്ഞിരുന്ന കാര്യവും ശ്രദ്ധിച്ചു നോക്കിയേ. അവരെന്താ കൊടുത്തിരുന്ന നരേഷൻ എന്താണ്? മുൻപത്തെ ക്രിസ്ത്യാനികൾ, മുൻപത്തെ മനുഷ്യരെന്നല്ല പറഞ്ഞത്, മുൻപത്തെ വേദന അനുഭവിക്കുന്ന ജനത എന്നല്ല പറഞ്ഞത്. അവർ മുൻപത്തെ ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു നരേഷൻ കൊടുക്കുകയായിരുന്നു അവരെപ്പോഴും ചെയ്തിരുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും മുൻപത്ത് നേരെ അങ്ങോട്ടേക്കാണ് വന്നത്, ക്രിസ്ത്യൻ നേതാക്കളുടെ അടുത്തേക്ക്. ഇതെന്ന് BJP മാത്രമല്ല ചെയ്യുന്നത്. ഇവിടുത്തെ വലതുപക്ഷം എന്താ ഇന്ന് ചെയ്യുന്നത്? അവരൊന്നും ആദ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത്? മത നേതാക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ പാർട്ടി എന്താ ചെയ്യുന്നത്? മത നേതാക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നിത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ചെയ്യുന്ന ഒരു തെറ്റാണ്. അവരിന്ന് ആ സെക്കുലർ കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുടെ വിഷയത്തെക്കാൾ ഉപരി അവർ മത നേതാക്കളുടെ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത് മത നേതാക്കളെയല്ല, മനുഷ്യരെയാണ്. മനുഷ്യരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് മതപുരോഹിതരല്ല. മതപുരോഹിതർ പറഞ്ഞ് അതുപോലെ വോട്ട് ചെയ്യുന്ന ഒരു കാലം കേരളത്തിൽ പോയി. ഓരോ മത നേതാവിൻ്റെയും കയ്യിൽ വോട്ട് ബാങ്ക് ഇല്ല. അതിവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. ഓരോ മനുഷ്യരും ഇവിടെ വോട്ട് ചെയ്യുന്നതിന് അവരുടെ ഉള്ളിൽ ഒരു ആശയമുണ്ട്. അവർ ഇവിടുത്തെ രാഷ്ട്രീയത്തെയും ഇവിടുത്തെ കാര്യങ്ങളെയും സൂക്ഷിച്ച് വീക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ അബദ്ധം പറ്റിയിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും. BJP ഈ മത കാർഡ് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേ വഴിയിലാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന വലതുപക്ഷവും വരുന്നത്. പുതിയ തലമുറ ഈ വാർത്തകളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾ കുറച്ച് കാലം യൂത്തിൻ്റെ ഇടയിൽ കൂടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് പുതിയ തലമുറയുടെ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും മറ്റേത് സമുദായത്തിലാണെങ്കിലും ഒരു കേരളത്തിൻ്റെ പുതിയ തലമുറ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവരുടെ വഴി എന്താണ്? നമ്മൾ ഈ പുതിയ തലമുറയെന്ന് പറയുമ്പോഴത്തേനും
നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പം ഒരു +2 അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു തൊട്ടുള്ള മുകളിലേക്കുള്ള യൂത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അവർ വളരെയേറെ ഒരു പുതിയ തലമുറയാണ്. ഇന്നത്തെ യൂത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ സമത്വബോധം ഏറ്റവും കൂടുതലുള്ളത് ഇന്നത്തെ യുവജനങ്ങളിലാണ്, സമത്വബോധം. അതുപോലെ തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർ, ഇപ്പോൾ നമ്മുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ബോഡി ഷെയ്മിങ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിലില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് ഇന്നത്തെ യൂത്താണ്. ഏറ്റവും കൂടുതൽ സംഭാവനകൾ കൊടുക്കുന്നത്, ഈ അവരിനോട് സ്നേഹമുള്ള മാനുഷിക ഗുണമുള്ള ഒരു തലമുറ തന്നെയാണ് നമ്മുടെ യുവജനങ്ങൾ. അവരുടെ ഇടയിൽ ഈ വിദ്വേഷ പ്രചരണങ്ങൾ വേവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്രമാത്രം നന്മയുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടുത്തെ യൂത്ത്. പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്നത് അതിൻ്റെ താഴെയുള്ള കുട്ടികളുണ്ട്. അവരെന്താ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, അവരുടെ ഉള്ളിലേക്ക് എന്താ ഫീഡ് ചെയ്യപ്പെടുന്നത്, അത് കാണുന്നത് ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഈ സമൂഹം പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു മതമേലധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മൗലവി അല്ലെങ്കിൽ ഒരു പൂജാരി ഈ മുന്നിൽ വരുന്ന കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ അവരുടെ തലച്ചോറിൽ അതുപോലെ കയറി കിടക്കും. അവരോട് വെറുപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അവിടെ കിടക്കും. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നത് ഇവിടുത്തെ യൂത്തിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എനിക്ക് അവരെ പറ്റി വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഞാൻ ഈ കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് ഭയമുണ്ട്. കാര്യം അങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ വർഷം നമ്മളൊരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. അവിടുത്തെ കാറ്റക്കിസം കുട്ടികളെ അടുത്ത് പ്രദർശിപ്പിച്ച ഒരു സിനിമ, ഒരു വിദ്വേഷ ഇതിവൃത്തമുള്ള ഒരു സിനിമയാണ്. ആരെ കാണിച്ചത്? കുട്ടികളെ കാണിച്ചത്. ഈ സിനിമ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആരുടെ ഉള്ളിൽ വെറുപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയമുള്ളത് ഇന്നത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണ്. എനിക്ക് പ്രതീക്ഷയുള്ളത് ഇപ്പോഴത്തെ യൂത്തിനെ സംബന്ധിച്ചാണ്. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അവരാണല്ലോ അടുത്ത ഈ സമൂഹത്തെ നേതൃത്വം കൊടുക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിഷവിത്തുകളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വെറുപ്പിൻ്റെ വിത്തുകളെ അവർ ഇല്ലാതാക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സ്നേഹത്തെ അതിജയിക്കാൻ ഒരിക്കലും വെറുപ്പിനാവില്ലെന്നാണ് ഫാദർ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ സാമൂഹിക ഘടന എന്ന് പറയുന്നത് കുറച്ചും കൂടി വെറുപ്പിനെ അകറ്റി സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതാണ്. മതവും ജാതിയും മറ്റ് രാഷ്ട്രീയമൊക്കെ അപ്പുറത്തേക്ക് ഇടകലർന്ന് ജീവിക്കുന്ന, സ്നേഹവും സൗഹാർദ്ദത്തിലൊക്കെ കൂടി ജീവിക്കുന്ന ഒരു സമൂഹം തന്നെയാണ്, ഒരു സാമൂഹിക ഘടനയാണ്. അത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ അതിലേക്കാണ്, ആ സാമൂഹിക ഘടനയെ പൊളിക്കാനാണ്, ആ രാഷ്ട്രീയ തുരുത്തിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെറുപ്പിൻ്റെ വാഹകർ ഇങ്ങനെ ഇടിച്ചു കയറുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഈ നാട്ടിൽ നമുക്ക് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്? അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും നന്മയുള്ളത്. വെളിച്ചമാണ് നമ്മുടെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കാര്യം. ഇരുട്ട് കയറി വരുന്നതാണ്, അല്ലെങ്കിൽ ഈ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ വരുന്നത് മാത്രമാണ്. തിരി തെളിച്ചാൽ അകലാത്ത ഒരു ഇരുട്ടും ഇവിടെയില്ല. അതുകൊണ്ട് ഈ വെറുപ്പിൻ്റെ ഈ തള്ളിക്കയറ്റങ്ങൾ നമ്മൾ ഭയപ്പെടുകയൊന്നും വേണ്ട, നമ്മൾ നിരാശരാവുകയും വേണ്ട. ഇതൊന്നും അധികകാലം നിലനിൽക്കില്ല. വെറുപ്പ് കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച ഏകാധിപതികളുണ്ട് ഈ ലോകത്ത്. അവരാരും അധികകാലമൊന്നും മുന്നോട്ട് പോയില്ല. സ്നേഹം തന്നെയാണ് അവസാനം വിജയിച്ചത്. സ്നേഹമാണ് ഉയർത്തെഴുന്നേറ്റത്. വെറുപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അധിക്ഷേപങ്ങൾ കൊണ്ട് കല്ലറയിലൊന്നും ഒരു നന്മയും നമുക്ക് അധിക നാൾ അടച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേരള സമൂഹത്തെ പറ്റി എനിക്ക് ഉറപ്പുണ്ട്. കേരള സമൂഹം നന്മയുള്ള സമൂഹമാണ്, വളരെയേറെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. വെറുപ്പിങ്ങ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ സൂക്ഷിക്കേണ്ടത്. ഒരിക്കൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ വെറുപ്പ് ഈ രീതിയിലൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് പറയാനുള്ളൊരു കാര്യം. അപ്പം മതത്തിന് നമ്മുടെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മതം നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഒരു സ്ഥാനമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മതപുരോഹിതർക്ക് വലിയൊരു റോളുണ്ട്. ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും വലിയൊരു റോളുണ്ട്. മതപുരോഹിതർ സ്നേഹത്തിൻ്റെ ഈ ഭാഷയിൽ നിന്ന് മാറിയാൽ അതിനെ തിരുത്താനുള്ള ഒരു കഴിവ് ആർക്ക് വേണം? ആ ജനങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഓരോ മതത്തിൻ്റെ റിഫോർമേഷൻ ആ മതം തന്നെ നടത്തണം. ഞാനിപ്പോൾ മുസ്ലിം സഹോദരങ്ങളെ, ഹിന്ദു സഹോദരങ്ങളുടെ അവരുടെ മതത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോൾ അധികം സൂചിപ്പിക്കുന്നില്ല. എൻ്റെ ദൗത്യം, എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ ഈ സഭാ സമൂഹത്തിൻ്റെ നവീകരണമാണ്. അതിനെയാണ് ഞാൻ കൂടുതൽ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ തെറ്റുകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് റിഫോം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓരോ മതത്തിലുള്ള നടക്കേണ്ട ഒരു കാര്യമാണ്. മതം അല്ലെങ്കിൽ വിശ്വാസി നമ്മുടെ സുഹൃത്താണ്, അവൻ്റെ നന്മയാണ് നമ്മൾ പറയേണ്ടത്, അല്ലാതെ വെറുപ്പല്ല പറയേണ്ടത്.
ഇങ്ങനെ ഓരോ മതവും അവരെ തന്നെ റിഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മാറ്റം വരും. രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ടുള്ളത്, ഒരു കുറ്റത്തെയും നമ്മൾ എന്ത് ചെയ്യുക, ഒരു മതത്തിൻ്റെയും പേരിലാക്കാതിരിക്കുക. ഒരു കാര്യത്തെയും ഇവരിങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യാതിരിക്കുക. ബ്രാൻഡിങ് ആണെന്ന് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം. അവരിങ്ങനത്തെയാണ്. അത് തീർച്ചയായിട്ടും ഈ ബ്രാൻഡിങ് ഒഴിവാക്കാനായിട്ട് നമ്മുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ സെക്കുലർ കാഴ്ചപ്പാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ്. ഈ രാഷ്ട്രീയ നേതൃത്വം ഈ മത നേതൃത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ കേരളം എന്ത് കേരളമായിട്ട് മാറുന്നത്? മത കേരളമായിട്ട് മാറുന്നു. ഇത് ഒരു മതേതര കേരളമാക്കി നിലനിർത്തേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അവരതിന് തയ്യാറായാൽ ഇതിന് വലിയൊരു മാറ്റം വരും. ഈ സെക്കുലർ കാഴ്ചപ്പാട് നിലനിർത്തേണ്ട വലിയൊരു ബാധ്യത ഇവിടുത്തെ മത നേതൃത്വത്തെക്കാൾ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ഉള്ളത്. ഈ ഒരു കാര്യം രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം കൂടി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ മലപ്പുറത്താണ് നിങ്ങളുടെ ബാല്യമൊക്കെ ജീവിച്ച് തീർത്തത്. അപ്പോൾ മലപ്പുറത്തിന് എതിരെ സംഘപരിവാറിൻ്റെ വലിയ രൂപത്തിലുള്ള ഹെയ്റ്റ് ഈ കാലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളുടെ അനുഭവിച്ച മലപ്പുറം എന്തായിരുന്നു എന്ന് പറയും? ഈ അടുത്ത കാലത്താണ് ഒരാൾ സൂചിപ്പിച്ചത് അവിടെ ശുദ്ധവായു കിട്ടുന്നില്ല എന്നൊക്കെ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഞാനൊരു മലപ്പുറത്ത് ജീവിച്ച ഒരാളാണ്. ഈ മലപ്പുറത്തുള്ള ആരോടും ചോദിച്ചു നോക്ക്, മലപ്പുറം നല്ലൊരു സ്ഥലമാണ്. ഞാൻ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പകരം എല്ലാ വിഭാഗം ആളുകളും അവിടെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയാണ് ജീവിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളതായിട്ട് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുണ്ട്, പരസ്പരം സൗഹൃദമുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആഘോഷം നടത്താറുണ്ട്. മലപ്പുറത്തിൻ്റെ ഒരു വൈബ് അവിടെയുണ്ട്. അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മലപ്പുറത്ത് എൻ്റെ ബാല്യം തൊട്ട് ഈ പ്രായം വരെയും ജീവിച്ചിട്ട് മലപ്പുറത്തെ പറ്റി എന്തെങ്കിലും മോശമായിട്ടുണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. മലപ്പുറം നന്മയുള്ളൊരു നാടാണ്. അവിടെ എന്തിനാണ് ഇങ്ങനെ ബ്രാൻഡിങ് നടത്തുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെ രൂപപ്പെടുത്തി, നിങ്ങളെ രാഷ്ട്രീയ ബോധ്യങ്ങളൊക്കെ രൂപപ്പെടുന്നതിൽ നിങ്ങളുടെ ആ പ്രദേശം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന നാടും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നടത്തുന്ന വായനകൾ, നമ്മുടെ നിരീക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നമുക്കൊരു മതം അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹം നൽകുന്ന ചില മതിൽക്കെട്ടിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ലോകത്തെ തുറന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മതം തന്നെ നൽകുന്ന, ഇപ്പം ഞാനൊരു ക്രൈസ്തവ പുരോഹിതനാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ അതിൻ്റെ പുറത്തെ ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് എനിക്ക് ഇറങ്ങാൻ സാധിക്കണം. അതിന് നമ്മളെ പുസ്തകങ്ങൾ സഹായിക്കും, സിനിമകൾ സഹായിക്കും, അതുപോലെ തന്നെ മറ്റാളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സഹായിക്കും. അതുകൊണ്ട് ഇത് എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും എൻ്റെ ചിന്തകളെയും സ്വാധീനിക്കുന്നതിൽ പുസ്തകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ധാരാളം മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ജീവചരിത്രങ്ങൾ, ചരിത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. ചരിത്രം വലിയ ഒരു അധ്യാപകനാണ്. ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ കാലഘട്ടത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ചരിത്രം കൂടുതൽ പഠിക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തെപ്പറ്റി എനിക്ക് ഭയം തോന്നുന്നത്. ചരിത്രത്തിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രത്തിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പല സംഭവങ്ങൾ നടന്ന കാര്യങ്ങൾ എല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളും ഇന്ന് ഭാരതത്തിലും കേരളത്തിലും നടക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള സാമ്യം ചരിത്ര വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ചരിത്രം കൂടുതൽ പഠിക്കും തോറും ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെപ്പറ്റി എനിക്ക് ഭയവും തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഭയപ്പെടുത്തുന്നു? ചരിത്ര പഠനത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്, ചരിത്രത്തിൽ സംഭവിച്ചു, രണ്ടാം ലോകമഹായുദ്ധം സംഭവിച്ചു 1939 തൊട്ട് 45 വരെ. ഈ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനായിട്ട് കുറേ കാരണങ്ങളുണ്ട്. പെട്ടെന്നുള്ള കാരണങ്ങളുമുണ്ട്, അകലെയുള്ള എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൂടെ വീണ്ടും ഒരിക്കൽ കൂടി രൂപപ്പെട്ടു വന്നാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകാധിപതി രൂപപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാസിസം രൂപപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് രൂപപ്പെട്ടാൽ അന്ന് അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നവർ, മാനവികതയിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി അസ്വസ്ഥപ്പെടുകയും അതിനെതിരെ എഴുതുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യണം. നമ്മുടെ ഭാരതത്തിൽ അതുണ്ടാവണം. ഇന്ന് നമ്മളെ ഭയപ്പെടുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഒരു കൈയടക്കൽ, മാധ്യമങ്ങളുടെ മേലുള്ളൊരു കൈയടക്കൽ നടന്നിട്ടുണ്ട്. അത് അപകടകരമാണ്. ഇത് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ്, മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റാണ്, നമ്മുടെ 4ാം പില്ലറാണ്. ഈ 4ാം പില്ലറിൻ്റെ ശക്തി കേരളത്തിന് പുറത്ത് വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. ഇത് ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു. നിലവിൽ നിങ്ങൾ പറഞ്ഞ ഭാരതം എന്ന് പറയുന്ന ഒരു 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 അപകടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാലത്ത് കേരളത്തിന് എന്തൊക്കെ റോള് വഹിക്കേണ്ടത്? കേരളം എന്താണ് അതിൽ ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും കേരളത്തിന് ഒരു നേതൃപരമായ, ചിന്താപരമായിട്ടുള്ള ഒരു റോള് വഹിക്കാനായിട്ട് സാധിക്കും. കാരണം കേരളം ഒരു മോശപ്പെട്ട സ്ഥലമാണെന്ന് അങ്ങനെ ഒരു ബ്രാൻഡിംഗ് ഒന്നും അത്രമാത്രം എവിടെയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, ഇവിടുത്തെ കുറച്ച് സോഷ്യൽ മീഡിയ നടത്തുന്നൊരു കാര്യമാണ്. അല്ലാതെ ഒരു ഭാരതത്തിൻ്റെ ഒരു പൊതു രീതിയിൽ, ഒരു പൊതു ബോധത്തിൽ കേരളത്തെപ്പറ്റി നല്ലതാണുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഏകാധിപത്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഞാനൊരു നോവലിനെ പറ്റി പറയാം, നോവൽറ്റിനെ പറ്റി പറയാം. ആ നോവൽ ഫ്രാങ്ക് പാവ്ലോഫിൻ്റെ, ഫ്രഞ്ച് എഴുത്തുകാരനാണ് നോവലറ്റ്. വേണമെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ ഭാരതത്തിലുള്ളവർക്ക്, മലയാളികൾക്ക് വായിക്കാവുന്നൊരു പുസ്തകമാണ്. ഫ്രാങ്ക് പാവ്ലോഫിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ നോവലറ്റാണ്. ആ നോവലറ്റിൻ്റെ പേര് ഇതാണ്, തവിട്ട് പ്രഭാതം. ഈ തവിട്ട് പ്രഭാതത്തിൽ അധികാരികൾ പറയുകയാണ്, രാജ്യത്തെ പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ തവിട്ട് പൂച്ചകളെ മാത്രമേ വളർത്താവൂ, മറ്റ് പൂച്ചകളെയൊക്കെ കൊന്നുകളയണം, അതിനുള്ള വിഷകുളികൾ ഞങ്ങൾ തരാം. ഇനി നിങ്ങൾ തവിട്ട് പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ, അല്ലെ തവിട്ട് നിറത്തെ മഹത്വവൽക്കരിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ. ഇനി മുതൽ നിങ്ങൾ തവിട്ട് നിറമുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോ, പക്ഷേ അതിൻ്റെ നിറം എന്തായിരിക്കണം? തവിട്ട് നിറമുള്ളതായിരിക്കണം. ഇനി നിങ്ങൾ തവിട്ട് നിറത്തെ പറ്റി പ്രതിപാദിക്കുന്ന വാർത്താ മാധ്യമങ്ങളെ കാണാവൂ. ഇങ്ങനെ ഒരു ഫാസിസ്റ്റ് രീതിയെ പ്രതിപാദിക്കുന്ന, വളരെ അടയാളപ്പെടുത്തുന്ന ഒരു നല്ല പുസ്തകമാണത് പാവ്ലോഫിൻ്റെ. ഈ ഒരു കാഴ്ചപ്പാട് ഭാരതത്തിൽ മൊത്തം വരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രവാർത്ത, മഹാരാഷ്ട്രയിലെ ഘാട്ട്കോപ്പറിൽ, അവിടുത്തെ ഒരു ഫ്ലാറ്റിൽ, മഹാരാഷ്ട്ര ബോംബെയിൽ ജീവിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന, അവിടെ വെജിറ്റേറിയൻസ് ഉണ്ട്, അവിടെ നോൺ വെജ് കഴിക്കുന്നവരുണ്ട്. മഹാരാഷ്ട്രയിലെ മറാത്തികൾ മത്സ്യവും മാംസവും കഴിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റിലെ ഗുജറാത്തിൽ നിന്ന് വന്ന ആളുകൾ ഇവരെ വിളിച്ചത് ഇവർ മോശപ്പെട്ട ആളുകൾ എന്നാണ്. ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ് ബോംബെ. ഈ ബോംബെയിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന മറാത്തികൾ മഹാരാഷ്ട്രയും തൊട്ടടുത്ത സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇപ്പുറത്തുള്ളവരെ അവർ അപമാനിക്കുന്നു. ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ്. ഈ രീതിയിൽ ഒരു പക്ഷേ മലയാളികളെ ചെയ്യുന്നുണ്ടാവും, വിമർശിക്കും. പക്ഷേ മലയാളത്തിൽ, നമ്മുടെ കേരളത്തിൽ എല്ലാ ഭക്ഷണവും എല്ലാവരും കഴിക്കുന്നില്ല. എൻ്റെ വലിയ പ്രതീക്ഷ കേരളം ഒരിക്കലും വെറുപ്പിന് കീഴടങ്ങില്ല എന്ന് തന്നെയാണ്. അതാണ് കേരളത്തിൻ്റെ ഒരു ആത്മാവ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന് ഒരു നന്മയുണ്ട്. ആ നന്മയിൽ വെറുപ്പ് ഇവിടെ കീഴടക്കുകയില്ല എന്നെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.